ക്ലൗഡിയസ്, നമ്മളിന്ന് മാൻ ഹോൾ എന്നുള്ള ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. മാൻ ഹോൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കുഴി, ഓക്കെ എന്നുള്ള അർത്ഥമാണ്. ഒരാളുടെ ആഴം അല്ലെങ്കിൽ ഉള്ള ആഴം എന്നല്ല, ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന ഒരു കുഴി എന്നുള്ളത്. സോ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത്, അതായത് ഇപ്പം ഈ ഡ്രെയിനേജുകൾ, അതുപോലെ തന്നെ ഓവുചാലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ, അതുപോലെ തന്നെ ഈ ഹ്യൂമൻ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുന്ന ഒരു ഇപ്പോൾ റോഡ് സൈഡിൽ അവിടെയൊക്കെ കാണുന്ന ഒരു മാൻ ഹോളുകൾ, അപ്പോൾ അതിലുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, നീക്കം ചെയ്യുക. അതിനുള്ള ഒരു പണികൾക്ക് പലപ്പോഴും നിയോഗിക്കപ്പെടുന്നത് ലോവർ കാസ്റ്റിലെ ആളുകളെയാണ്. സോ അതിനെതിരെ ഒരു ക്രിട്ടിസാണ് ശരിക്കും ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഓക്കെ, അതിലിറങ്ങിക്കൊണ്ട് ഓക്സിജൻ ശ്വസിക്കാനാവാതെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം. സോ ഇറ്റ്സ് എ ഷോർട്ട് ഫിലിം ബൈ ഡോക്ടർ വിധു വിൻസെന്റ്, സെന്റേഴ്സ് ഓൺ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ഓഫ് മാനുവൽ സ്കേവഞ്ചേഴ്സ്. അതായത് കൈകൊണ്ട് യാതൊരു ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ, യാതൊരു രക്ഷാ മാർഗങ്ങളില്ലാതെ, ഓക്കെ, സെക്യൂരിറ്റി ഇല്ലാതെ, സേഫ്റ്റി കൺസേൺസ് ഒന്നും ഇല്ലാതെ നിരവധി അനവധി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ വിധേയമാകുന്ന തരത്തിലുള്ള ഭയങ്കര ത്രെട്ട് ആയിട്ടുള്ളൊരു ജോബാണിത്. സോ മാനുവൽ സ്കാവഞ്ചിങ് വർക്ക്സ് ഇൻക്ലൂഡ് ക്ലീനിങ് ഡ്രൈ ലാട്രിൻസ്, സ്യൂർ ക്ലീനിങ്, എൻട്രിങ് മാൻഹോൾസ് ഓർ ഡ്രെയിൻസ് ടു റിമൂവ് ബ്ലോക്കേജസ് ബൈ ഹാൻഡ്. ഓക്കെ, കൈ ഉപയോഗിച്ചിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കുകൾ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകൾ ക്ലീൻ ചെയ്യുക, അതൊക്കെ ഇതിൽപ്പെടും ഈ സ്കാവഞ്ചിങ് വർക്ക്സിൽ. ദർ ഈസ് ഹൈ റിസ്ക് ഫോർ ടോക്സിക് ഗ്യാസ് എക്സ്പോഷർ. അപ്പം അങ്ങനെ അതിലൊക്കെ ഇറങ്ങിയാൽ, ഓക്കെ, അത്തരം മാൻഹോളുകളിലേക്ക് ഇറങ്ങിയാൽ വിഷപദാർത്ഥം അടങ്ങിയിട്ടുള്ള ഗ്യാസ് എക്സ്പോഷറിന് കാരണമാകും. അതുപോലെ തന്നെ സ്കിൻ ഡിസീസസിന്, ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകും, ഇൻഫെക്ഷൻസ് വരാൻ കാരണമാകും. അതുപോലെ തന്നെ മെൻ്റൽ ട്രോമ, ലോസ് ഓഫ് ഡിഗ്നിറ്റി, അതായത് സമൂഹത്തിലെ ഒരു അന്തസ്സിൻ്റെ ഒരു ലോസ്, നഷ്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏർലി ഡെത്ത് ഡ്യൂ ടു ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. അതുപോലെ തന്നെ എന്താണ്, ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസിന് ഒരുപാട് കാരണമാവും ഇത് എന്നുള്ളത്. അതായത് പിന്നെ ഒരുപാട് രോഗങ്ങൾ ഇൻഫെക്ഷൻസ് ആയിട്ടും അതുപോലെ ബാക്ടീരിയാസ് ആയിട്ടും ഒക്കെ വരാൻ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലി ഡെത്തിന് ഇത് റീസൺ ആവും. ദർ ഇസ് എ കാസ്റ്റ് ബേസ്ഡ് കമ്പൾഷൻ, അതായത് ലോവർ കാസ്റ്റ് അവരെ മാക്സിമം ദുരുപയോഗം ചെയ്യാണ് അപ്പർ കാസ്റ്റുകൾ, ഈ പണി ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ കമ്പൾഷൻ, ഒക്കെ നിർബന്ധപൂർവ്വം ഈ ഒരു ജോലിയിലേക്ക് പറഞ്ഞേക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ടു ഡു ദോസ് ജോബ്സ് ദളിത്, സബ് കാസ്റ്റ്, വാൽമീകി, മടിക ഓർ പള്ളർ ഓഫൺ ഫേസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. ദെൻ അവരെ അൺടച്ചബിൾസ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു കാസ്റ്റ് സിസ്റ്റമാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ ആ ഒരു ലേഡറിൽ പതുങ്ങിക്കൊണ്ട് മാനുവൽ സ്കാവഞ്ചിങ് ഈസ് ഇല്ലീഗൽ സിൻസ് 2013. 2013 മുതൽ എന്താണ് ഇന്ത്യയിൽ ഇത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ. സിൻസ് ദേ വർ ട്രീറ്റഡ് അൺടച്ചബിൾസ് ആൻഡ് ഇല്ലിറ്ററേറ്റ്, ദേ ഫേസ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇല്ലിറ്ററേറ്റ്, അവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സൗകര്യമില്ലായ്മ, മീൻസ് ഈ അപ്പർ കാസ്റ്റുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അങ്ങനെ വരുത്തി തീർക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്ന അവസ്ഥ വിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീംസ് ഡോണ്ട് റീച്ച് ദം പ്രോപ്പർലി. അപ്പോൾ ഈ ഒരു ഫിലിമിലൂടെ അവർ പറയുന്നുണ്ട് എന്താണ്, ഗവൺമെന്റ് സ്കീമുകളൊന്നും പിന്നെ അർഹരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. പിന്നെ ഇവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്, ഓക്കെ, എങ്ങനെ ക്ലീൻ ചെയ്യുന്നവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്, ദേ ടെൽ us ടു സ്റ്റോപ്പ് ക്ലീനിങ്. ഗവൺമെന്റ് നമ്മളോട് പറയുന്നു എന്ത്, ക്ലീൻ ചെയ്ത് നിർത്താൻ. ബട്ട് നോ വൺ ഗിവ്സ് us another way to live. പക്ഷെ അവർ ഒരു ഓൾട്ടർനേറ്റീവ് വേസ് പറഞ്ഞു തരുന്നില്ല, എങ്ങനെ ജീവിക്കാമെന്നുള്ളത്, മറ്റുള്ള വഴികൾ, മറ്റുള്ള തൊഴിലുകൾ അവർ പറഞ്ഞു തരുന്നില്ല എന്ന്. ഇൻ ദിസ് ഫിലിം ശാലിനി ഈസ് ദ ഡോട്ടർ ഓഫ് അയ്യൻ, എ സ്കാവഞ്ചർ വർക്കർ. അതായത് ഇതിലെ ഹീറോയിൻ എന്ന് പറയുന്നത് ശാലിനിയാണ്. ഈ ശാലിനി എന്ന് പറയുന്നത് അയ്യൻ എന്ന് പറയുന്ന ആളുടെ ഡോട്ടറാണ്. ഈ അയ്യന് ഒരു മാനുവൽ സ്കാവഞ്ചർ ആയിരുന്നു. അവരെന്ത് ചെയ്തു, മാൻ ഹോളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പണിയെടുക്കുകയും ഈ വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിയാതെ ടോക്സിക് ഗ്യാസ് എക്സ്പോഷർ മൂലം അദ്ദേഹം മരണപ്പെട്ടു. ഹു ഡൈഡ് വൈൽ ക്ലീനിങ് ഹ്യൂമൻ വേസ്റ്റ് ഫ്രം മാൻ ഹോൾസ്. ശാലിനി ഫേസ്ഡ് സോഷ്യൽ ഏലിയനേഷൻ ഇൻ സ്കൂൾ. അപ്പോൾ അവർ പഠിക്കുമ്പോൾ തന്നെ ഒരു മാനുവൽ സ്കാവഞ്ചറിൻ്റെ മകളാണ്, അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് ആണ് എന്നുള്ള ഒരു ഏലിയനേഷൻ, ഓക്കെ, ഒറ്റപ്പെടൽ അവർ നേരിട്ടിരുന്നു. മോക്കറി ഉണ്ടായിരുന്നു, മറ്റുള്ള ആളുകൾ പരിഹസിക്കുമായിരുന്നു കുട്ടികളൊക്കെ. ബട്ട് ഹെർ റെസീലിയൻസ് പേവ്ഡ് വേ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. പക്ഷേ അവൾ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ എന്ത് ചെയ്തു, ഹയർ എഡ്യൂക്കേഷൻസ് ഒക്കെ പെർസ്യൂ ചെയ്തുകൊണ്ട് ഒരുപാട് ലീഗൽ ബാറ്റിൽസ്, അതായത് തൻ്റെ പിതാവിനെ പോലെ മരണപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പിന്നെ അവർ ലീഗൽ ബാറ്റിൽസ് നടത്തി എന്നുള്ളത്. ഓക്കെ,
ഒരിക്കലും അവർ പതറാതെ മുന്നേറി. ശാലിനി ഫൈറ്റ്സ് ലീഗൽ ബാറ്റിൽ അഗെയിൻസ്റ്റ് കാസ്റ്റ് ഒപ്രഷൻ ടു സീക്ക് ജസ്റ്റിസ് ഫോർ ഹർ ഫാദർ. ഓക്കെ, അവരുടെ ഫാദറിന് വേണ്ടി ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി. ആൻഡ് അതേഴ്സ് കിൽഡ് ഇൻ സിമിലർ സർക്കംസ്റ്റാൻസസ്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഫാദർ മാത്രമല്ല മറ്റുള്ള ആളുകളും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് അവർ കൊണ്ടുപോയി വരികയാണ്. ദിസ് മാർക്സ് ആൻ എവല്യൂഷൻ ഫ്രം ഇൻഡിവിജ്വൽ ട്രാജഡി ടു സോഷ്യൽ ആക്ടിവിസം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വൽ ട്രാജഡിയിൽ നിന്നും സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കൊണ്ട്, ഓക്കെ, സ്വന്തം അതായത് ഫാദറിന് വേണ്ടി മാത്രമല്ല അവർ ശബ്ദിക്കുന്നത്, ഫാദർ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ തൻ്റെ കുടുംബം ഉൾക്കൊള്ളുന്ന മൊത്തം സൊസൈറ്റിക്ക് വേണ്ടി അവരെന്താ പോരാടാണ്. ദ ഫിലിം ക്രിട്ടിക്സ് ഗവൺമെൻറ് ആപ്പതി, അതായത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡിനെ ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നു. മാൻഹോൾ ഈസ് എ സിമ്പിൾ ഫോർ കാസ്റ്റ് ഒപ്രഷൻ. അപ്പോൾ കാസ്റ്റ് ഒപ്രഷൻ്റെ ഒരു സിമ്പിളാണ് ഈ മാൻഹോൾ എന്ന് പറയുന്നത്. ഇൻ ക്ലൈമാക്സ്, ഈ ഫിലിമിൻ്റെ ക്ലൈമാക്സിൽ, ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സിൽ, ഷീ വിസിറ്റ് ദ മാൻഹോൾ, അവരെന്ത് ചെയ്യുന്നു, മാൻഹോൾ വിസിറ്റ് ചെയ്യുന്നു. ഹർ ഫാദർ ഡൈഡ്, അവരുടെ ഫാദർ മരിച്ചു. ഷീ ഗേസസ് അറ്റ് ദ ഡാർക്ക് ഹോൾ. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്, അവർ തുറിച്ചു നോക്കുന്നു, ദേഷ്യത്തോടു കൂടി ആ ഒരു ഹോളിലേക്ക് തുറിച്ചു നോക്കുന്നു. മീൻസ് അപ്പർ കാസ്റ്റുകൾ എന്തിനാണ് ഞങ്ങളിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അവരെ എന്തായാലും നമ്മൾ നേരിടും, ഫേസ് ചെയ്യും, പതറാതെ മുന്നേറുമെന്നുള്ള. ദർ വർ ആങ്കർ, ഗ്രീഫ് ആൻഡ് ഹെൽപ്ലെസ്നെസ് ഇൻ ഹർ ഐസ്. അവരുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു, തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകൾ. ദ ഫിലിം എൻഡ്സ് വിതൗട്ട് എ ക്ലിയർ റെസൊല്യൂഷൻ. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എൻഡിങ് ഇതിനില്ല, പക്ഷേ അത് നമ്മളെ ചിന്തിപ്പിക്കുന്നു. ടു മേക്ക് ഓഡിയൻസ് തിങ്ക് അബൌട്ട് ഇൻജസ്റ്റിസസ്, അനീതികൾ, ഒക്കെ സമൂഹത്തിൽ നേടുന്ന അനീതികൾ, അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഓഡിയൻസിന്. സോ ഇതോടുകൂടിയാണ് ഈ ഒരു ഫിലിം എൻഡ് ചെയ്യുന്നത്.